എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ഒരാളൊരു കാര്യം സംസാരിക്കുമ്പോൾ അയാൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ആ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവർക്ക് അത് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ പറ്റിയില്ലെങ്കിൽ അത് ആ പറയുന്ന ആളെ സംബന്ധിച്ച് ആ സമയം ഒരു പരാജയം തന്നെയാണ്. അത് അയാളുടെ പരാജയമാണോ, കേട്ടു നിൽക്കുന്നവരുടെ മാനസിക നിലവാരത്തിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. അതിലപ്പുറം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തി ആ സമയത്ത് ഒരു പരാജയമായിട്ട് തന്നെ കാണേണ്ടി വരും. ഇന്ന് ഞാൻ പറയുന്ന ടോപ്പിക്കിനും ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങൾക്കൊരുപാട് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല. പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. അതായത് ജീവിതത്തിൽ വിജയങ്ങൾക്കും നേട്ടങ്ങൾക്കും ലാഭങ്ങൾക്കുമൊക്കെ വേണ്ടി നമ്മൾ ഓടുമ്പോൾ ഒരിക്കലും ഷോർട്ട് കട്ടുകൾ, കുറുക്കു വഴികൾ തിരഞ്ഞെടുക്കരുത് എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ഈ സമയത്ത് പറയാനുണ്ടാവുന്ന ഒരു കാര്യമുണ്ടാകും. ഇന്നത്തെ കാലത്ത് ജീവിതത്തിൽ വേഗത്തിൽ സാമ്പത്തികമായിട്ടും മറ്റു തരത്തിലും വളരണമെങ്കിൽ ഷോർട്ട് കട്ടുകൾ തിരഞ്ഞെടുത്തേ മതിയാവും. ഇന്ന് ഒട്ടുമിക്ക എല്ലാ ആളുകളും ഷോർട്ട് കട്ടുകൾ തിരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ എതിർവാദം ഉന്നയിക്കാനുണ്ടാകും. പക്ഷേ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുറുക്കു വഴികളിലൂടെ ജീവിതത്തിൽ നമ്മൾ നേടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ജീവിതകാലം മുഴുവൻ ആത്മസംതൃപ്തിയോടെ സമാധാനത്തോടെ അനുഭവിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ തിയറി തന്നെ. ഒരു സമയമാകുമ്പോൾ നമ്മൾ കുറുക്കു വഴികളിലൂടെ നേടിയതെല്ലാം നമ്മളെ തന്നെ തിരിഞ്ഞുകുത്തുന്ന ഒരു ദിവസമുണ്ടാകും. അത് നാച്ചുറലായി ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വഴികളുണ്ട്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് സമൂഹത്തെ പറ്റിച്ചും തെറ്റിദ്ധരിപ്പിച്ചും കബളിപ്പിച്ചും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാം. പണം കൊടുത്ത് നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാനാവും. പണം കൊടുത്ത് നിങ്ങൾക്ക് മികച്ച ജോലികൾ സ്വന്തമാക്കാനാവും. തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കാനാവും. പുതിയ കാലം അതിന് മാത്രമുള്ള അവസരങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല. പക്ഷേ അങ്ങനെ ഷോർട്ട് കട്ടിലൂടെ നമ്മൾ ജീവിതത്തിൽ വളരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു സമയമാകുമ്പോൾ അത് തിരിഞ്ഞുകുത്തും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. കാരണം ഇതൊരു മൈൻഡ് സെറ്റിൻ്റെ ഇഷ്യൂ ആണ്. നമ്മൾ ഷോർട്ട് കട്ടുകൾ തിരഞ്ഞെടുക്കുന്നത് പെട്ടെന്ന് ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ടല്ലേ, പെട്ടെന്ന് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടല്ലേ, പെട്ടെന്ന് ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. ഈ ഷോർട്ട് കട്ടുകൾക്ക് പിന്നിൽ ഒരു തിയറിയുണ്ട്. അത് ചെറുതോ വലുതോ ആയ ഒരു കള്ളത്തരത്തിൻ്റെ തിയറിയാണ്. നിങ്ങൾ ഏത് ഷോർട്ട് കട്ടുകൾ തിരഞ്ഞെടുത്താലും അതിലൊരു കള്ളത്തരം ഒളിഞ്ഞു കിടപ്പുണ്ടാവും. അതൊരു മൈൻഡ് സെറ്റാണ്. ഈ മൈൻഡ് സെറ്റും കൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ ആ ഒരു മെൻറ്റാലിറ്റി നമ്മളെ പരാജയപ്പെടുത്തും. നാച്ചുറലായിട്ട് അത് സംഭവിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലായ്പ്പോഴും സത്യസന്ധതയോടെ ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ സത്യസന്ധത കൊണ്ടുവരിക. ഒരുപക്ഷെ ലാഭങ്ങളും നേട്ടങ്ങളും ഒരിത്തിരി കുറവായിരിക്കാം, പക്ഷേ അതിന് ശാശ്വതമായ നിലനിൽപ്പുണ്ടായിരിക്കും. ഒരു ഉദാഹരണം പറയാം നിങ്ങളോട്. നിങ്ങൾക്ക് കഴിവില്ലാത്ത ഒരു മേഖലയിൽ എത്ര വലിയ അവസരങ്ങൾ കിട്ടിയാലും നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല എന്ന് പറയും പോലെ, നിങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരു സ്ഥാനമാനമോ നേട്ടങ്ങളോ ലാഭങ്ങളോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു നാച്ചുറൽ തിയറിയാണ്. പ്രകൃതിയുടെ നിയമമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. അത് നമ്മുടെ മാനസികമായ ചിന്താഗതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് മാത്രമേ നമ്മൾ ആയിത്തീരുകയുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു പാറ്റേൺ ലൈഫായിരിക്കും നമുക്ക് ലഭ്യമാകുന്നതും. തിങ്ക് പോസിറ്റീവ്, ഡു പോസിറ്റീവ്, റിസൾട്ട് മസ്റ്റ് ബി പോസിറ്റീവ്. തിങ്ക് നെഗറ്റീവ്, ഡു നെഗറ്റീവ്, റിസൾട്ട് മസ്റ്റ് ബി നെഗറ്റീവ് എന്നാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതും നെഗറ്റീവായിരിക്കും.
നിങ്ങൾ പ്രവർത്തിക്കുന്നത് നെഗറ്റീവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് തിരിച്ചും. നിങ്ങൾ ചിന്തിക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കുന്നതും പോസിറ്റീവായിരിക്കും, കിട്ടുന്ന റിസൾട്ടും പോസിറ്റീവായിരിക്കും. ഇവിടെയാണ് മൈൻഡ് സെറ്റിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ ജീവിതത്തിൽ സക്സസ് ആവാനും നേട്ടങ്ങൾ ഉണ്ടാക്കാനും കുറുക്കു വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് നിങ്ങളുടെ നെഗറ്റീവ് മെൻറ്റാലിറ്റിയുടെ ഒരു എലമെന്റ് അവിടെ കിടക്കുന്നുണ്ട്. ആ നെഗറ്റീവ് മെൻറ്റാലിറ്റി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങളെ പരാജയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുമെന്നുള്ളതാണ്. ഒന്ന് മനസ്സിലാക്കുക, ജീവിതം എന്ന യാത്രയിൽ 4 കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് അല്ലേ? ഒരായുസിൻ്റെ കണക്ക് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഈ 4 കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ 4 കാലഘട്ടങ്ങളും നിങ്ങൾക്ക് സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആത്മസംതൃപ്തിയോടെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ആ ജീവിതത്തിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി കണ്ടെത്താനാവുകയുള്ളൂ. മറിച്ച് നല്ല കാലത്തിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും മറ്റു തരത്തിലുമൊക്കെ വലിയ വിജയങ്ങൾ നേടിയാൽ അതിലപ്പുറവും ജീവിതം പിന്നെയും ബാക്കി കിടക്കുന്നുണ്ട്. അവിടെ ആ സമയമാകുമ്പോൾ നമ്മൾ നേടിയ ഈ നേട്ടങ്ങളൊന്നും ഒരുപക്ഷെ മോശമായ രീതിയിലൂടെയാണ് നമ്മൾ ജീവിതത്തിൽ വളർന്നതെങ്കിൽ അത് അനുഭവിക്കുവാനുള്ള അവസരമോ സാധ്യതകളോ നമുക്ക് കിട്ടാതെ പോകും. സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കാണ് നമ്മൾ വഴുതി വീഴുക. അതുകൊണ്ട് എപ്പോഴും സത്യസന്ധതയോടെ നിങ്ങൾ കാര്യങ്ങൾ നേടിയെടുക്കുക, ചെയ്യുക, പ്രവർത്തിക്കുക. അതിനെന്നും നിലനിൽപ്പുണ്ടാകും. നമ്മൾ ആളുകളെ പറ്റിച്ചും തെറ്റിദ്ധരിപ്പിച്ചും അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള സ്വാധീനത്തിൻ്റെ പിൻബലത്തിൽ പല നേട്ടങ്ങൾ ഉണ്ടാക്കിയും ഒക്കെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിത് അടുത്ത തലമുറയ്ക്ക് പോലും ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയില്ല. എന്നാൽ സത്യസന്ധമായിട്ട് നമ്മൾ നേടിയതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും അടുത്ത തലമുറയ്ക്ക് ധൈര്യമായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയും. ഇനി നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, എന്തുകൊണ്ടാണ് ഒരാൾ ഈ ഒരു മെൻറ്റാലിറ്റിയിലേക്ക്, ഷോർട്ട് കട്ടിലേക്ക് പോകുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഷോർട്ട് കട്ടുകൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം? ഈ ലോകത്തിന്, നമ്മുടെ സമൂഹത്തിന് അത്രക്കേറെ വേഗതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് പഴയ കാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു പോകാം, നമ്മളൊക്കെ കുട്ടിക്കാലത്തിലേക്ക്. അവിടെ നമുക്കറിയാം റോഡിലധികം വാഹനങ്ങളൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല അല്ലേ? അരമണിക്കൂറും 1 മണിക്കൂറും ഒക്കെ ഇടവിട്ടിട്ട് ഒരു ബസ് വന്നെങ്കിലായി. പിന്നെ വല്ലപ്പോഴുമൊക്കെ ഒരു കാറോ ബൈക്കോ ഒക്കെ റോഡിലൂടെ പോകുന്നത് കാണാം. അതൊക്കെ ഒരു കൗതുകമുണർത്തുന്ന കാഴ്ച പോലെ നമ്മൾ നോക്കിയിരുന്നിട്ടുണ്ടാവും. എന്നാൽ നിങ്ങളൊന്ന് പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങളിലേക്ക് ഒന്ന് വന്ന് നോക്കിയേ. 10 വർഷം കൊണ്ട് 100 വാഹനങ്ങൾ ഇറങ്ങിയിരുന്ന ഒരു കാലത്തിൽ നിന്ന് 1 വർഷം കൊണ്ട് ആയിരക്കണക്കിന് വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. ഇനി ആയിരക്കണക്കിന് വാഹനങ്ങൾ 1 വർഷം കൊണ്ടല്ല, 1 മാസം കൊണ്ട് ഇറങ്ങുന്ന വേഗതയിലേക്കാണ് നമ്മുടെ സമൂഹം സഞ്ചരിക്കുന്നത്. ആ വേഗതയ്ക്കൊപ്പം പക്ഷേ മനുഷ്യ ജീവിതത്തിന് സഞ്ചരിക്കാനായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ഷോർട്ട് കട്ടുകൾ തിരഞ്ഞെടുക്കുന്നത്. പെട്ടെന്ന് ലാഭമുണ്ടാക്കാനുള്ള, നേട്ടമുണ്ടാക്കാനുള്ള, വിജയങ്ങൾ ഉണ്ടാക്കാനുള്ള വഴികൾ തിരഞ്ഞെടുക്കുന്നത്. കാരണം കാലത്തിൻ്റെ വേഗതയ്ക്കനുസരിച്ച് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ പരാജയപ്പെടുമെന്ന ചിന്ത നമ്മളെയൊക്കെ ഇങ്ങനെ വരിഞ്ഞു മുറുകി കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാലത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ വേഗത കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ പണ്ട് 10 വർഷം കൊണ്ട് 100 വാഹനങ്ങൾ ഇറങ്ങി, പിന്നീടുള്ള 5 വർഷം കൊണ്ട് 1000 വാഹനങ്ങൾ ഇറങ്ങി, പിന്നീടുള്ള 1 വർഷം കൊണ്ട് 10,000 വാഹനങ്ങൾ ഇറങ്ങി. ആ വേഗതയിലേക്ക് സമൂഹം സഞ്ചരിച്ചു. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതി അങ്ങനെ ആയിട്ടില്ല. പണ്ടത്തെ ആ ശമ്പളത്തിൽ നിന്ന് ഒരു ഇത്തിരി കൂടിയിട്ടുണ്ട്. പിന്നീട് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഒരിത്തിരിയും കൂടിയിട്ടുണ്ട്. അങ്ങനെ ഇത്തിരി കൂടിയെന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും, അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാലത്തിൻ്റെ വേഗതയ്ക്കനുസരിച്ചിട്ടുള്ള മാറ്റം തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ല എന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് പണം ഉണ്ടാക്കാൻ വേണ്ടിയും മറ്റ് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയും മനുഷ്യൻ ഷോർട്ട് കട്ടുകളിലേക്ക് വീഴുന്നത്. പെട്ടെന്ന് എങ്ങനെ സ്വന്തമാക്കാം? കാലത്തിൻ്റെ വേഗതയ്ക്കനുസരിച്ചിട്ട് നമുക്കും മുന്നോട്ട് പോകേണ്ടതല്ലേ? ഈ ഒരു മെൻറ്റാലിറ്റി പക്ഷേ നമ്മളെ പരാജയപ്പെടുത്തുന്നത്. ഷോർട്ട് കട്ടുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും, അത് ഉപയോഗപ്പെടുത്താൻ പറ്റും, താൽക്കാലികമായിട്ട് വലിയ വിജയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ
ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് സംതൃപ്തിയോടെ സമാധാനത്തോടെ അത് ഉപയോഗിക്കാനാവില്ല. എവിടെയെങ്കിലും വെച്ച് നിങ്ങളുടെ ആ മെന്റാലിറ്റി നിങ്ങളെ പരാജയപ്പെടുത്തും എന്നതാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്: ഹാർഡ് വർക്ക്, കഠിനാധ്വാനത്തിലൂടെ ജീവിതത്തിൽ സക്സസ് ആവുക. കാലത്തിന്റെ വേഗതയ്ക്കനുസരിച്ചിട്ട് യാത്ര ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടുക, സത്യസന്ധമായ നല്ല മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് മാത്രമേ ശാശ്വതമായ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് സമാധാനത്തോടെയും സംതൃപ്തിയോടെയും ആ നേട്ടത്തെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നറിയില്ല. പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇത്ര മാത്രമാണ്: സത്യസന്ധമായി ജീവിക്കുക, സത്യസന്ധമായി നേട്ടങ്ങളും വിജയങ്ങളും ലാഭങ്ങളും നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും, സംതൃപ്തി ഉണ്ടാകും. അതിലപ്പുറം നിങ്ങൾ കുറുക്ക് വഴികളിലൂടെ ജീവിതത്തിൽ വിജയിക്കാനോ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ ലാഭങ്ങൾ ഉണ്ടാക്കാനോ ഇറങ്ങി പുറപ്പെട്ടാൽ താൽക്കാലികമായി നിങ്ങൾക്കത് ഉണ്ടാക്കാൻ പറ്റും, യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ ജീവിതം മുന്നോട്ട് ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുള്ളതാണ്. ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതം വലിയ പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും നിങ്ങൾ പോലും അറിയാതെ വഴുതി വീണിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ നേടിയതൊന്നും അനുഭവിക്കുവാനോ ആത്മസംതൃപ്തിയോടെ ജീവിതത്തെ കൈകാര്യം ചെയ്യാനോ കഴിയാതെ വരും. അത് നാച്ചുറലായിട്ട് തന്നെ സംഭവിക്കുന്നതാണ്. പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്: ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ എന്ന തിയറി. അത് പ്രകൃതിയുടെ നിയമമാണ്. പ്രകൃതിയെ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പ്രകൃതി നമ്മളെയും തീർച്ചയായിട്ടും ഉപദ്രവിക്കും. നമുക്ക് എന്താണോ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് തിരിച്ചും കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവായിട്ടുള്ള മെൻറ്റാലിറ്റിയോടുകൂടി നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നതും അത് തന്നെയായിരിക്കും. ഷോർട്ട് കട്ടിലൂടെ നമ്മൾ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, കുറുക്ക് വഴികളിലൂടെ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ, അർഹതയില്ലാത്തത് സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ, അത് പിന്നീട് നമ്മളെ തിരിഞ്ഞു കുത്തുന്ന ഒരു ദിവസത്തിലേക്ക് നമ്മുടെ ജീവിതം വഴിമാറിപ്പോകും. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കാൻ സത്യസന്ധരായി നമ്മൾ ജീവിക്കുക, സത്യസന്ധമായ കാര്യങ്ങൾ പറയുക, സത്യസന്ധമായ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഈ ഒരു കാര്യം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നറിയില്ല. ഏതായാലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അത് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല. ഏതായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.